ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോനും അനുയായികളും കോൺഗ്രസിലേക്ക് 26-ന് നടക്കുന്ന ചടങ്ങിൽ കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പാർട്ടിയിൽ ചേരുന്നവർക്ക് അംഗത്വം നൽകുമെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു. കോൺഗ്രസാണ് ആദിവാസികളെയും ദളിതരെയും ചേർത്ത് നിർത്തുന്നതെന്ന് ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു. കെഎസ്യുവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ശ്രീരാമൻ കൊയ്യോൻ മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസിന്റെ മാടായി ബ്ലോക്ക് പ്രസിഡന്റായും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിക്കുമ്പോഴാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ആദിവാസി ദളിത് പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞത്. 95-ൽ CPM ശക്തി കേന്ദ്രമായ ഏഴോം പഞ്ചായത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തങ്ങ, ചെങ്ങറ, ആറളം ഫാം, ആലക്കോട് എസ്റ്റേറ്റ് ഭൂസമരങ്ങൾക്ക് നേതൃത്വവും നൽകി. ഭൂസമരങ്ങളുമായി ബന്ധപ്പെട്ട് 8 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയിലെ 5000-ഓളം പ്രവർത്തകരും അനുഭാവികളുമാണ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. 26-ന് DCCയിൽ നടക്കുന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അംഗത്വം വിതരണം ചെയ്യുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ശ്രീരാമൻ കൊയ്യൻ നേരത്തെ 1995 കാലഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ രണ്ട് മുന്നണിയും പരാജയപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലായിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. അവരുടെ ആദിവാസികളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവരുടെ ജില്ലയിൽ നിന്നും ഉള്ളതും അതോടൊപ്പം ആറളം മറ്റ് പ്രദേശങ്ങളിൽ ആലക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുൾപ്പെടെ 5000-ഓളം പേരാണ് കോൺഗ്രസിൽ അവർ അംഗത്വം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 26-ാം തീയതി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് 200-ഓളം പേര്, ആദ്യഘട്ടമെന്ന നിലയിൽ 200-ഓളം പേര് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കോൺഗ്രസിൽ അംഗങ്ങളായി മാറി കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ശ്രീരാമൻ കൊയ്യോനും പറഞ്ഞു. മുത്തങ്ങ സമരത്തിൽ പാളിച്ച കോൺഗ്രസ് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ആറളം ഫാമിൽ ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കിയത് കോൺഗ്രസാണ്. അന്ന് CPM അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് അവിടെ പാർട്ടി ഗ്രാമമാക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു. ആദിവാസികളെയും ദലിതരെയും ചേർത്ത് നിർത്തുക, അതോടൊപ്പം തന്നെ ഇത്തരം പൗരാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ ഇതൊരു പ്രതീക്ഷക്ക് വകയാകുന്നു. അതുകൊണ്ട് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ തുടർഭരണം ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയത് കേരളത്തിലെ ദലിതാദിവാസി വിഭാഗങ്ങൾക്കാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഗ്രാന്റ് ലഭിക്കുന്നില്ല. ആ ഗ്രാന്റ് ലഭിക്കാത്തതുകൊണ്ട് എത്രയോ വിദ്യാർത്ഥികൾ അവർ ഉപരിപഠനം ഉപേക്ഷിക്കുന്നു, ഉന്നത പഠനം വേണ്ടെന്ന് വെക്കുന്നു. ആ രീതിയിൽ ഹോസ്റ്റൽ ഫീസുകൾ നൽകുന്നില്ല. ഇത്യാദി മേഖലകൾ മുഴുവൻ ഇടതുപക്ഷ സർക്കാർ ഈ സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ആദിവാസി ദളിത് മുന്നേറ്റ സമിതി UDFനെയാണ് പിന്തുണച്ചതെന്നും ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.